ഹരേ കൃഷ്ണ. ഇനി വരുന്ന ഏകാദശി പത്മിനി ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരുഷോത്തമ അധിക മാസത്തിലെ വരുന്ന ആദ്യത്തെ ഏകാദശിയാണ് പത്മിനി ഏകാദശി. പുരുഷോത്തമ അധിക മാസത്തിൽ വരുന്നത് കൊണ്ട് ഈ ഏകാദശി അത്യന്തം ശ്രേഷ്ഠവും ഫലം കൂടുതൽ നേടിത്തരുന്നതുമായിട്ടുള്ള ഏകാദശിയാണ്. സ്കന്ദപുരാണത്തിൽ ഈ ഏകാദശിയെ കുറിച്ചിട്ടുള്ള മഹത്വങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഭഗവാൻ വിഷ്ണുവിന്റെ കൃപ ലഭിക്കുവാൻ ഈ പത്മിനി ഏകാദശി വ്രതം മൂലം സാധ്യമാണ്. ജനിമൃതി ചക്രങ്ങളിൽ നിന്ന് മോചനം നേടുവാനും ഭക്തി ജീവിതത്തില് മുന്നേറ്റം കൈവരിക്കാനും ഈ ഏകാദശി വ്രതം മൂലം സാധിക്കും. ഉപവാസവും നാമജപവും മൂലം മനസ്സ് ശുദ്ധമാവുകയും ആന്തരിക സമാധാനം ലഭ്യമാവുകയും ചെയ്യും. ധനം, ആരോഗ്യം, കുടുംബസൗഖ്യം എന്നിവ വർദ്ധിക്കുകയും നല്ല ഫലങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്ന ഏകാദശിയാണ് പത്മിനി ഏകാദശി. പത്മിനി എന്നത് താമര പോലെ പരിശുദ്ധവും ദിവ്യതയും സൂചിപ്പിക്കുന്നു. ചെളിയിലാണ് താമര നിൽക്കുന്നതെങ്കിലും അതൊന്നും ബാധിക്കാതെ ശുദ്ധിയും ദിവ്യത്വവും നിലനിർത്താനായിട്ട് താമരപ്പൂവിന് സാധിക്കുന്നു. അതേപോലെ നാം എത്ര പാപികൾ ആയിരുന്നാലും ഭഗവാന് പ്രിയപ്പെട്ട പുരുഷോത്തമ മാസത്തിലെ പത്മിനി ഏകാദശി അനുഷ്ഠിക്കുന്നത് മൂലം നമുക്കും താമരപ്പൂവിനെ പോലെ പരിശുദ്ധി നേടാൻ സാധിക്കും. ആത്മീയമായ ഉന്നതിയും ഭക്തിയും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നേടാനാകും. എല്ലാ വർഷവും ഈ ഏകാദശി വരുന്നില്ല. അതാണ് ഈ ഏകാദശിയുടെ പ്രത്യേകത. 3 വർഷം കൂടുമ്പോൾ അധിക മാസത്തിൽ മാത്രമാണ് ഈ പത്മിനി ഏകാദശി നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയുടെ ഫലങ്ങളും ദിവ്യമാണ്. പുരുഷോത്തമ മാസത്തിൽ മാത്രം വരുന്ന ഏകാദശിയാണ് പത്മിനി ഏകാദശി. പുരുഷോത്തമ മാസത്തിൽ വരുന്ന വളരെ അപൂർവവും മഹാപുണ്യകരവുമായിട്ടുള്ള ഏകാദശിയാണ് പത്മിനി ഏകാദശി. ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം വേണ്ടുവോളം കരസ്ഥമാക്കാൻ ഈ ഏകാദശി വ്രതം കൊണ്ട് സാധ്യമാണ്. എല്ലാവർക്കും പത്മിനി ഏകാദശി ആശംസകൾ. അടുത്ത അധിക മാസത്തിൽ മാത്രമേ നമുക്ക് ഈ ഏകാദശി അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഹരേ കൃഷ്ണ.